ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1060/2025 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. അപ്പൊ അതിലെ കോർപ്പറേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഓർത്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1060/2025. അപ്പൊ വളരെ സിമ്പിൾ, ആദ്യം തന്നെ ഞാൻ പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു അത്. ഈ പരീക്ഷ സിമ്പിൾ ആണെന്ന് പറഞ്ഞ് ഇനി അടുത്ത പരീക്ഷ സിമ്പിൾ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താണെങ്കിലും നമ്മൾ പഠിക്കാനുള്ളത് പ്രോപ്പറായിട്ട് പഠിക്കുക. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. പിന്നെ പഠനത്തോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ മുൻകാല ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ പ്രോപ്പറായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഞാനത് വിശദമാക്കി തരാം. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് പോലും ഇന്ന് പലർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ചിലർ പറയും, സാറേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നു, ആൻസർ എഴുതുന്നു, പഠിക്കുന്നു, പോകുന്നു. അങ്ങനെയല്ല. ആ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഞാൻ ഉദാഹരണമായിട്ട് തന്നെ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രൊഫസർ ഡി.ജി. കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് അപ്പോയിന്റഡ് ബൈ, അല്ലെ? പ്രൊഫസർ ഡി.ജി. കാർവേ കമ്മീഷൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി എന്താണ്, കമ്മീഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ആ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു ദാറ്റ് ഈസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബിയിൽ പറയുന്നു ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് അല്ലെങ്കിൽ ICA, അല്ലെ? എന്താണ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് അല്ലെങ്കിൽ ICA എന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ പറയുന്നു ഗവൺമെന്റ് ഓഫ് കേരള, അല്ലെ? ഓപ്ഷൻ സി പറഞ്ഞ എന്താണ്, ഗവൺമെന്റ് ഓഫ് കേരള എന്ന് ഓപ്ഷൻ സിയിൽ പറയുന്നു. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു നബാർഡ് എന്ന് പറയുന്നു. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ആദ്യം പറഞ്ഞ എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെ? ഫസ്റ്റിൽ പറയുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. അപ്പം അടുത്തവിടെ പറയുന്നത് എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ അവരവിടെ പറയുന്നുണ്ട് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ്? ഈ സഹകരണ തത്വങ്ങൾ എന്തൊക്കെയാണ്, അതിലെ സ്റ്റേജസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അറിവുണ്ടായിരിക്കണം, അല്ലെ? ആ കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അത് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാമേ. നമ്മുടെ സിലബസിൽ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, സഹകരണ തത്വങ്ങളെ കുറിച്ച് നമുക്കറിവുണ്ടായിരിക്കണം. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ബ്രീഫായിട്ട്, അല്ലെ, ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രിൻസിപ്പിൾസ്, സഹകരണ തത്വങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റേജസ്. സഹകരണ തത്വങ്ങൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് എത്ര സ്റ്റേജസിൽ, അല്ലെ എത്ര കടമ്പകളിലൂടെയാണ്, എത്ര സ്റ്റേജസിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിന് തന്നെ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ദ ടേം പ്രിൻസിപ്പിൾ എന്നുള്ള ആ ഒരു പദം ഡിറൈവ് ചെയ്തത് ഏത് വാക്കിൽ നിന്നാണെന്ന് ചോദിക്കാം കേട്ടോ. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നല്ല, പ്രിൻസിപ്പിൾ, തത്വങ്ങൾ എന്നുള്ള പദം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഏത് വാക്കിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിയം എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഏതാണ്? ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിയം. പ്രിൻസിപ്പിയം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ബേസിസ് എന്നാണെന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാണ് ബേസിസ് കേട്ടോ. പ്രിൻസിപ്പിയം എന്ന് പറഞ്ഞാൽ ബേസിസ്. അപ്പൊ ആ വാക്കിൽ നിന്നാണ് ഈ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്നുള്ള പദം രൂപീകരിച്ചിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. ബേസിസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ഇതിനോട് ചോദ്യങ്ങളുണ്ട്. എന്താണ്? ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തത് ആരാണ്? അല്ലെ, ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് അതിനെ എന്താണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, അല്ലെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡി.ജി. കാർവേ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. എന്താണ്? ഇത് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് പോകണം. വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ്, അല്ലെ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ഇവിടെ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, അല്ലെ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആസ് ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്
പറഞ്ഞത് ആരാണ്? അത് DG കാർവെയാണെന്ന് ഓർത്ത് വെച്ചേക്കണേ. കാരണം അത് ചോദിക്കാം, അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പറഞ്ഞത് പ്രിൻസിപ്പിൾ ആർ എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് ജോർജ് ഡേവിഡോണിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇതൊന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇത് നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ആ സ്റ്റേജസിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ. സ്റ്റേജസിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ആദ്യം നമ്മളവിടെ മനസ്സിലാക്കണം 1-2 കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിലെ ആദ്യത്തെ സംഘം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ 2 ഉത്തരങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, കേരള യൂണിവേഴ്സിറ്റിയുടെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് 1760 രൂപീകരിച്ചിട്ടുള്ള വോൾവിക് ആൻഡ് ചാറ്റോൺ കേട്ടോ. ഇത് കേരള യൂണിവേഴ്സിറ്റി പുസ്തകത്തിൽ പറഞ്ഞ വോൾവിക് ആൻഡ് ചാറ്റോൺ 1760 രൂപീകരിച്ചിട്ടുള്ള വോൾവിക് ആൻഡ് ചാറ്റോൺ എന്ന് പറയുന്ന സംഘമാണ് ലോകത്തിലെ ആദ്യത്തെ സംഘം എന്ന് ഇവിടെ പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് സൈറ്റുകളിലൊക്കെ നോക്കുമ്പോൾ പറയുന്നത് ഫെൻവിക് വീവേഴ്സ് ആണെന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പൊ നിങ്ങൾ CSEBക്ക് പഠിക്കുമ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ഫെൻവിക്കിനാണ്. ഫെൻവിക് വീവേഴ്സ് കേട്ടോ. ഫെൻവിക് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഫെൻവിക് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഫെൻവിക് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1761 രൂപീകരിച്ചിട്ടുള്ള സംഘമാണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. 1761 സ്കോട്ട്ലൻഡിൽ, പഴയ ഇംഗ്ലണ്ടിന്റെ ഭാഗമായിട്ടുള്ള സ്കോട്ട്ലൻഡിൽ തന്നെ രൂപീകരിച്ച സംഘമാണ് 1761 ഫെൻവിക്. ഞാൻ പറഞ്ഞു കോപ്പറേറ്റീവ് എക്സാമിന് നമുക്ക് CSEB എക്സാമിന് ഇത് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇപ്പൊ ഫെൻവിക് വീവേഴ്സ് രൂപീകരിക്കുന്നത് 1761 അതിനുശേഷം പക്ഷെ ഈ സംഘം ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ഓക്കെ, ഈ സംഘം വിജയിച്ചില്ല. 1761 രൂപീകരിച്ച ഫെൻവിക് വിജയിച്ചില്ല. അതിനുശേഷം ഒരുപാട് സംഘങ്ങൾ രൂപീകരിച്ചു, അതൊന്നും വിജയിച്ചില്ല. എന്നാൽ 1761 ഫെൻവിക്കിന് ശേഷം ഒരുപാട് സംഘങ്ങൾ വന്നു. അവസാനം 1844 ഡിസംബർ 21 രൂപീകരിച്ചിട്ടുള്ള സംഘം ഏതായിരിക്കാം ഒന്ന് ആലോചിക്കേ. ആ റോക്ക്ഡെയിൽ ആണല്ലേ. ആ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ഓർത്ത് വെച്ചേക്കുക. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി അല്ലെങ്കിൽ റെപ്സ് എന്ന് ഓർക്കുക. റെപ്സ്, റോക്ക്ഡെയിൽസ് ഇവരാണ് വിജയിച്ചത്. അപ്പൊ 1761 ആദ്യത്തെ സംഘം വന്നു. അതിനുശേഷം ഒരുപാട് സംഘങ്ങൾ വന്നു, അതൊന്നും വിജയിച്ചില്ല. എന്നാൽ 1844 ഡിസംബർ 21 രൂപീകരിച്ച റെപ്സ് വിജയിച്ചു. അവരെന്തായി? സക്സസ് ആയി. ദ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി റെപ്സ് എന്ന് എഴുതുക. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെൻവിക് വീവേഴ്സ് എന്ന് എഴുതുക. ഇനി ഞാൻ പറയും കേരള യൂണിവേഴ്സിറ്റി പുസ്തകത്തിൽ വരുന്നത് വോൾവിക് ആൻഡ് ചാറ്റോൺ എന്നാണ്. ഇത് രണ്ടും ഒരുമിച്ച് നിങ്ങൾക്ക് ആൻസർ കീഴിൽ ഇടില്ല, 100% ഉറപ്പ്. ഒന്നെങ്കിൽ ഫെൻവിക് അല്ലെങ്കിൽ വോൾവിക്, ഇതിലേതെങ്കിലും ഒന്നേ ഇടുകയുള്ളൂ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. കൂടുതലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഫെൻവിക്കിനെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഈ ICAയുടെ ഒക്കെ സൈറ്റിൽ ഫെൻവിക് ആണ് കിടക്കുന്നത്. ICAയുടെ ഒക്കെ സൈറ്റിൽ ഫെൻവിക് കിടക്കുന്നു. ശരി. അപ്പം ഈ 1761 രൂപീകരിച്ച സംഘം പൊട്ടി. അതിനുശേഷം ഒരുപാട് സംഘം വന്നു, അതെല്ലാം പൊട്ടി പോയി. പച്ച മലയാളത്തിൽ പറയാം 1844 രൂപീകരിച്ച സംഘം വിജയിച്ചു, റെപ്സ് വിജയിച്ചു. അപ്പം മറ്റ് സംഘങ്ങളിൽ നിന്നും എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇവര് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടല്ലേ വിജയിച്ചത്. ഇല്ലെങ്കിൽ ഇവരും ഫ്ലോപ്പായി പോകത്തില്ലായിരുന്നു. ശരിയല്ലേ? അല്ലെ? ഒരുപാട് സംഘങ്ങൾ വന്ന് ഫ്ലോപ്പായി പോയി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒരു കാര്യം ഈ റെപ്സ് അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റെപ്സ് വിജയിച്ചത്. അപ്പോൾ ആ കാര്യം എന്താന്ന് പഠിച്ചാൽ ഓക്കെ ആയില്ലേ? മനസ്സിലാക്കണ്ടേ എന്തോ ഒരു കാര്യം എന്താണ്? ഈ 1844 രൂപീകരിച്ച റെപ്സ് 1860 അവരുടെ ജനറൽ ബോഡിയിൽ എന്ത് ഇംപ്ലിമെന്റ് ചെയ്തു? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓർത്ത് വെച്ചേക്കുക. അവര് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. അവർ വിജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവര് 1860 പൊതുയോഗത്തിലാണ് കേട്ടോ 1844 രൂപീകരിച്ചെങ്കിലും അന്നൊന്നും അവർ ഈ തത്വങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. 1860 അവരുടെ പൊതുയോഗത്തിലാണ് ഇവര് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് അവർ സക്സസ് ആയത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. നമുക്ക് ടോട്ടലായിട്ട് 4 സ്റ്റേജസിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. 4 സ്റ്റേജസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്.
കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് 4 സ്റ്റേജ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, അത് റെപ്സ് ആണ് കേട്ടോ. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെപ്സ് ആണ്, അത് മനസ്സിലാക്കുക. റെപ്സ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ 4 സ്റ്റേജ് ഉണ്ട്. ഇനി അവിടെ രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്, രണ്ടാമത്തെ സ്റ്റേജിൽ ആയിട്ട് അവിടെ വരുന്നത്, അങ്ങനെ 1860 അവർ റെപ്രസെന്റ് ചെയ്യുന്നു, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മനസ്സിലാക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് അതാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇന്ററസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെന്റ് ഓഫ് പട്രോണേജ് ഡിവിഡന്റ്, ക്യാഷ് ട്രേഡ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇത്രയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ പ്രിൻസിപ്പിൾസ്. അപ്പൊ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1895 വളരെ വലിയൊരു സംഘടന, സഹകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള ICA രൂപീകരിച്ചു. എന്ന് 1895 ഓഗസ്റ്റ് 19 ICA രൂപീകരിച്ചു. സംശയമൊന്നുമില്ല അല്ലേ? അങ്ങനെ ICA രൂപീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ICA, പഠിക്കാനുണ്ട്. ICA രൂപീകരിച്ച് കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ അന്ന് അവിടെ ഒരു ചോദ്യം ഉയരുകയാണ്. കാരണം നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇംഗ്ലണ്ടിലാണ് ഫോം ചെയ്തത്. അപ്പൊ ഏകദേശം ഒരു 1800 അവസാനം അല്ലെങ്കിൽ 1900 ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ലോകത്തെല്ലായിടത്തേക്കും എന്ത് ചെയ്യുകയാണ്, ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, സഹകരണ പ്രസ്ഥാനം വ്യാപിച്ചു എന്നാണ് പറയുക. ക്ലിയർ ആവുന്നുണ്ടോ? ലോകത്തെല്ലായിടത്തേക്കും എന്ത് ചെയ്യുകയാണ്, ഈ ഒരു സഹകരണ പ്രസ്ഥാനം വ്യാപിച്ചു, അടിപൊളിയായി. അപ്പം ഇത് ഒരു സ്റ്റോർസ്, നമ്മുടെ റെപ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്റ്റോർ മൂവ്മെന്റ് ആണ്, സ്റ്റോറാണ് അവിടെ വരിക. അപ്പം അന്നും അവിടെ ഒരു ചോദ്യം വീണ്ടും അവിടെ ഉയരുകയാണ് അല്ലേ? അതായത് നിലവിലെ റെപ്സിന്റെ പ്രിൻസിപ്പിൾസ് കൊണ്ട് നമുക്ക് എല്ലാ മോഡൽ അല്ലെങ്കിൽ എല്ലാ ടൈപ്പിലുമുള്ള സഹകരണ സംഘങ്ങളെയും ഇതുകൊണ്ട് നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് തന്നെ മതിയോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നതാണ് ചരിത്രത്തിൽ പറയുന്നത് കേട്ടോ. ഒരു ചോദ്യം അവിടെ ഉയരുകയുണ്ടായി. കാരണം ഈ റെപ്സിന്റെ കുറച്ച് കൺസ്യൂമർ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ടൈപ്പ് സംഘങ്ങൾക്കെല്ലാം ഇത് ആപ്ലിക്കബിൾ ആകുമോ, മാർക്കറ്റിംഗ് സംഘമായിക്കോട്ടെ, പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, ബാക്കിയുള്ള എന്ത് സംഘങ്ങൾക്കും ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾസ് മതിയോ എന്നൊരു ചോദ്യം അവിടെ ഉയരുകയുണ്ടായി. അങ്ങനെ ഈ ചോദ്യങ്ങൾ അവിടെ ഉയരുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, ICA ഒരു സബ് കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, 1934 ICA ഒരു സബ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കുക, 1934 സബ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾ മറ്റൊരു കാര്യം പഠിക്കേണ്ടതുണ്ട്, പല പുസ്തകങ്ങളിലും അതില്ല. കാരണം 1930 ഫ്രഞ്ച് ഫെഡറേഷൻ ആണ് ഈ ICAയുടെ മുൻപിലേക്ക് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. പഠിക്കണം കേട്ടോ. 1930 ഫ്രഞ്ച് ഫെഡറേഷനാണ് ഈ ഒരു ആവശ്യം മുൻപോട്ട് വെക്കുന്നത്. നിലവിലുള്ള സഹകരണ തത്വങ്ങൾ കൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് സൊസൈറ്റീസിന് ഈ തത്വങ്ങൾ കൊണ്ട് തന്നെ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. അതും പ്രകാരമാണ് 1934 കേട്ടോ, 1934 ഒരു സബ് കമ്മിറ്റി ICA ഒരു സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 1934 ലണ്ടനിൽ വെച്ച് നടന്നിട്ടുള്ള ICA കോൺഗ്രസിലാണ് ഇതിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, 1934 ലണ്ടനിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു സബ് കമ്മിറ്റിയിലാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നോർത്ത് വെച്ചേക്കുക. 1934 ലണ്ടനിൽ വെച്ച് ICAയുടെ ഒരു കോൺഗ്രസ് നടന്നു. അതിൽ വെച്ചാണ് ഈ ഒരു സബ് കമ്മിറ്റി ICA അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 1934 അപ്പോയിന്റ് ചെയ്തു. 1937 അവരെന്ത് ചെയ്യുകയാണ്, റിപ്പോർട്ട് സമർപ്പിച്ചു. ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പൊ ഇങ്ങനെയാണ് സെക്കൻഡ് സ്റ്റേജ് ആണ് വരിക. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് സ്റ്റേജിലേക്കാണ് നമ്മൾ വരിക. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ICA പ്രിൻസിപ്പിൾസ് ആണ് സെക്കൻഡ് സ്റ്റേജിൽ. ഓക്കെ, 1937 1934 അപ്പോയിന്റ് ചെയ്തെങ്കിലും 37 ICA ഇത് ലോകത്തോട് പറയുന്നത് ഇതാണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഹെഡിങ് തന്നെ ഇങ്ങനെ, ദ പ്രസന്റ് ആപ്ലിക്കേഷൻ ഓഫ് റോക്കഡെയിൽ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ വാസ് ദ ടൈറ്റിൽ ഓഫ് ദ സബ് കമ്മിറ്റി റിപ്പോർട്ട്. അപ്പൊ നിലവിലുള്ള സബ് കമ്മിറ്റി അവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിങ്ങനെയാണ്, ദ പ്രസന്റ് ആപ്ലിക്കേഷൻ ഓഫ് റോക്കഡെയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ഓക്കെ, 1937 സബ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ടിൽ ആ സബ് കമ്മിറ്റി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല. നിലവിലുണ്ടായിരുന്ന റെപ്സിന്റെ പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് തരംതിരിച്ചു. ഓർക്കുക,
നിലവിലുണ്ടായിരുന്ന റെപ്സിന്റെ പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് തരംതിരിച്ചു. അതായത് എസെൻഷ്യൽ ഓർ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾ എന്ന് ഒരു ഹെഡ് വരും. എസെൻഷ്യൽ ഓർ ഒബ്ലിഗേറ്ററി. രണ്ടാമതായിട്ട് തരംതിരിക്കുന്നു നോൺ എസെൻഷ്യൽ ഓർ സെക്കൻഡറി. അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുകയാണ് സംഭവിച്ചതെന്ന് ഓർത്ത് വെച്ച് കേട്ടോ. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു 1937. ഇനി മൂന്നാമത്തെ സ്റ്റേജ് പഠിക്കണം. അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്നോർത്ത് വെച്ച് കേട്ടോ. ക്വസ്റ്റ്യൻ എന്നോർത്ത് വെച്ചേക്കുക. സെക്കൻഡ് റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നതാണ്. അപ്പൊ വീണ്ടും വർഷങ്ങൾ മുൻപോട്ട് പോയി. കാലാധിഷ്ഠിതമായ മാറ്റങ്ങൾ എല്ലായിടത്തും നമ്മൾ ആപ്ലിക്കബിൾ കൊണ്ടുവരണം അല്ലെ. കാലാധിഷ്ഠിതമായ മാറ്റങ്ങൾ എല്ലായിടത്തും കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഓർത്ത് വെച്ചേക്കുക 1964 കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. 1964 അവിടെ DG കാർവേ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. DG കാർവേ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. 1964 എന്ത് ചെയ്ത DG കാർവേ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഓർത്ത്. ICAയുടെ സെൻട്രൽ കമ്മിറ്റിയാണ് കേട്ടോ. ICAയുടെ സെൻട്രൽ കമ്മിറ്റിയാണ് ഈ ഒരു DG കാർവേ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് 1964. 1964 DG കാർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. 5 രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്ക്. 5 രാജ്യങ്ങളുണ്ട്. UK ഉണ്ട്, USA ഉണ്ട്, പിന്നെ USSR ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇന്ത്യ ഉണ്ട്. ഇങ്ങനെ ഈ 5 രാജ്യങ്ങളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള DG കാർവേ തന്നെയാണ് ഈ ഒരു കമ്മീഷന്റെ ചെയർമാൻ, അധ്യക്ഷൻ എന്ന് ഓർത്ത് വെച്ചേക്ക്. ഇവര് 1966 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. 1966 ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആര് തന്നെയാണ്? ICA ആണ് കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അതും കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1966 ഓർത്ത് വെച്ചേക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്? The Professor DG Karve Commission on Cooperative Principles was appointed by ഓപ്ഷൻ എയിൽ പറയുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല അല്ലേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ICA ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു സ്റ്റേജും കൂടെ ഉണ്ട്. അത് അവസാനമായിട്ട് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ലെ. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയും. 1995 ഓർത്ത് വെച്ചത് കേട്ടോ. അന്നത്തെ നമ്മുടെ കനേഡിയൻ ആയിട്ടുള്ള ഇവാൻ മക്ഫേഴ്സിനെ ICA അപ്പോയിന്റ് ചെയ്തുകൊണ്ടാണ് നിലവിലുള്ള പ്രിൻസിപ്പിൾസ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ക്ലാസ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് കണ്ടുകൊള്ളുക. ഞാൻ എൻ്റെ അത് വളരെ വിശദമായിട്ട് തന്നെ ഇത് പറയുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം അല്പം നമ്മൾ സമയം കൂടുതലെടുത്ത് പറഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് എവിടെയാണ് അല്ലെ? ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ഓപ്ഷൻ എയിൽ പറയുന്നു ജർമ്മനി. ഓപ്ഷൻ ബിയിൽ പറയുന്നു ജപ്പാൻ. ഓപ്ഷൻ സിയിൽ പറയുന്നു ഇംഗ്ലണ്ട്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു റഷ്യ. ഏതാണ് ആൻസർ വരിക? ഇതറിയത്തില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. സഹകരണ പരീക്ഷകൾ നോക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബർത്ത് പ്ലേസ്, സഹകരണത്തിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ഓക്കെ, ഇപ്പം ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഒന്നാമത്തെ വിശേഷണം എന്താണ്? ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെ. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്, കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ്. രണ്ടാമത് പറയും ക്രാഡിൽ ഓഫ് കോപ്പറേഷൻ. ക്രാഡിൽ ഓഫ് കോപ്പറേഷൻ, കോപ്പറേഷന്റെ ക്രാഡിൽ എന്നറിയപ്പെടുന്നു. അടുത്ത പറഞ്ഞുണ്ട് ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഓക്കെ, കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബർത്ത് പ്ലേസ് ആണ്. അടുത്ത പറയും ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ഹൗസിംഗ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. വീണ്ടും നമ്മൾ വിശേഷിപ്പിക്കും ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെന്റ് അല്ലെ. സ്റ്റോർസ് മൂവ്മെന്റ്, സ്റ്റോറുകൾ, സ്റ്റോർ മൂവ്മെന്റ് ബർത്ത് പ്ലേസ് എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. ഇനിയുണ്ട് വിശേഷണങ്ങൾ. ട്രേഡ് യൂണിയൻ രൂപീകരിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിലാണ്. പിന്നെ ബ്രാഞ്ച് ബാങ്കിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. പിന്നെയുണ്ട് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഞാൻ അധികം വിശേഷണങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഇംഗ്ലണ്ട് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ജർമ്മനിയെ കുറിച്ച് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ എന്താണ്? ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ക്രെഡിറ്റ് എന്ന് കേട്ടാൽ അപ്പോഴേ ഓർക്കണം ജർമ്മനി. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് ഓർത്ത് വെച്ചിട്ട് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബർത്ത് പ്ലേസ് ആണ് ജർമ്മനി. ടോർച്ച് ബെയറേഴ്സ് ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നൊക്കെയാണ് നമ്മൾ ജർമ്മനിയെ വിശേഷിപ്പിക്കുക. ലോകത്തിന്റെ മുൻപിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവിന്റെ വഴികാട്ടി എന്നൊക്കെയാണ് മലയാളത്തിൽ വിശേഷിപ്പിക്കുന്നത്.
പിന്നെ നമുക്ക് ഇംഗ്ലണ്ടിനെ വിശേഷിപ്പിക്കാന്നുണ്ട് മെക്ക ഓഫ് കോപ്പറേഷൻ കേട്ടോ. ഇതാണ് മെക്ക ഓഫ് കോപ്പറേഷൻ എന്ന് നമുക്ക് ഇംഗ്ലണ്ടിനെ വിശേഷിപ്പിക്കാം. ജർമ്മനിയെ നമുക്ക് മദീന ഓഫ് കോപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കാം. ജർമ്മനിയെ നമുക്ക് ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് വിശേഷിപ്പിക്കാം. അല്ലേ? അങ്ങനെ വിശേഷതകൾ ഒത്തിരി ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിശേഷതകളുണ്ട്. അതൊക്കെ പഠിക്കണം, അതൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കണം. ഇതിൻ്റെയൊക്കെ ക്ലാസ്സസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൺ ഓഫ് ദ മേജർ ട്രസ്റ്റ് ഏരിയാസ് ഫിനാൻസ്ഡ് ബൈ NCDC. ഇതിലെ NCDC ഫിനാൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ട്രസ്റ്റ് ഏരിയ ഏതാണ്? ഓപ്ഷൻ എ ഫണ്ടിങ് ക്രെഡിറ്റ് സൊസൈറ്റി, വായ്പാ സംഘങ്ങളെ ഫണ്ട് ചെയ്യുക. ഓപ്ഷൻ ബിയിൽ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്ട്, ദാറ്റ് മീൻസ് ICDP അല്ലെ. മൂന്നാമത് പറയണം ലോൺസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്തൗട്ട് ഗവൺമെന്റ് ഗ്യാരണ്ടി, ഗവൺമെന്റിന്റെ ആ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലോൺ കൊടുക്കുക. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രാന്റ്. ഇത് എല്ലാവർക്കും അറിയാം, ഇത് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഇന്ന് വിശകലനം ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്ട് കേട്ടോ, ഇന്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്ട് എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്ട് ICDP എന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മളത് പറയും. അല്ല, ഇന്ത്യയിൽ എവിടെയാണ് ആദ്യം വന്നത്, കേരളത്തിൽ എവിടെയാണ് ആദ്യം വന്നതെന്ന് നമ്മുടെ ആപ്പിലെ ക്ലാസ്സസിൽ വളരെ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ, അന്താരാഷ്ട്ര സഹകരണ ദിനം. എന്താണ് ഈ പറയുക? അന്താരാഷ്ട്ര സഹകരണ ദിനം എന്താണെന്നാണ് ചോദ്യം. അന്താരാഷ്ട്ര സഹകരണ ദിനം, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഡേ എന്നാണ്. ഓപ്ഷൻ എ പറയുന്നു ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ഏപ്രിൽ, ഏപ്രിലെ ഫസ്റ്റ് സാറ്റർഡേ ആണോ? ഓപ്ഷൻ ബി പറയുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് മെയിലെ ഫസ്റ്റ് സാറ്റർഡേ ആണോ? ഓപ്ഷൻ സിയിൽ പറയുന്നു ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂൺ, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. ഇപ്പൊ ഏതാണ് ഇവിടെ ആൻസർ വരിക എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ എന്ന് ഓർത്ത് വെച്ചേക്കും. ജൂലൈയിലെ ആദ്യത്തെ ശനിയാഴ്ച അല്ലെ, ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മള് ഇവിടെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ പഠിച്ചെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷനെ കുറിച്ച് പഠിക്കണം അല്ലെ. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ, ദാറ്റ് മീൻസ് അന്താരാഷ്ട്ര സഹകരണ വാരാഘോഷം. അന്താരാഷ്ട്ര സഹകരണ വാരാഘോഷം അതും പഠിക്കണം. വാരാഘോഷത്തെ കുറിച്ച് പഠിക്കണം. എന്നാണ് വാരാഘോഷം വരുന്നത്? നവംബർ 14 മുതൽ 20 വരെയാണ് അല്ലെ. എന്നാണ് നവംബർ 14 ടു നവംബർ 20. നവംബർ 14 മുതൽ നവംബർ 20 വരെയാണ് എന്ത് വരുന്നത്? അന്താരാഷ്ട്ര സഹകരണ വാരാഘോഷം. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അന്താരാഷ്ട്ര സഹകരണ ദിനം എന്ന് പറയുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ്. അന്താരാഷ്ട്ര സഹകരണ വാരം എന്ന് പറയുന്നത് നവംബർ 14 മുതൽ നവംബർ 20 വരെയാണ്. ഇന്ത്യയില് അന്താരാഷ്ട്ര സഹകരണ വാരം, അതായത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് വീക്ക് ഇന്ത്യയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 1954 മുതലാണ്. 1954 മുതലാണ് ഇന്ത്യയിൽ സഹകരണ വീക്ക് സെലിബ്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, ബേസിക് ചോദ്യങ്ങളാണ്. ആദ്യം ഒരുപാട് നമുക്ക് തലയൊന്നും ഉപയോഗിക്കേണ്ട വരാത്ത ഒരു പരീക്ഷയായിരുന്നു ഈ കഴിഞ്ഞത്. പക്ഷെ എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ വരണമെന്നില്ല കേട്ടോ, അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട്. അടുത്താണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം. ഇപ്പൊ KCC എന്ന് പറയാം അല്ലെ. KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഈസ് ഡിസൈൻഡ്. ഇപ്പൊ ആരാണ് KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഡിസൈൻ ബൈ ഡാഷ് ഇൻ അസോസിയേഷൻ വിത്ത് RBI അസോസിയേറ്റ് ചെയ്തുകൊണ്ട് KCC സ്കീം ഡിസൈൻ ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ പറയുന്നു NCDC, ഓപ്ഷൻ ബിയിൽ പറയുന്നു ക്രാഫി കാർഡ്, ഓപ്ഷൻ സിയിൽ പറയുന്നു നബാർഡ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു കോബി. അപ്പം ആരാണ്? നബാർഡ് ആണല്ലേ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡാണ് ഈ ഒരു മോഡൽ KCC എന്നാണ് പറയുന്നത്. ഇന്ന് കാണുന്ന രീതി ഒരു മോഡൽ KCC ആയിട്ടാണ് 1900 ഓർക്കുന്നുണ്ടാവാം അല്ലേ. RV ഗുപ്ത കമ്മിറ്റി, RV ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് KCC അല്ലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ.
ഞാൻ പറഞ്ഞു RV ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് KCC വരുന്നത് അല്ലേ. അപ്പൊ അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് KCC സ്കീം വാസ് ഫർദർ റിവൈസ്ഡ് ഇൻ 2020. അപ്പം 2012 വീണ്ടും നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ് ഒരുപാട് അമെന്റ്മെന്റ്സ് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട TM ബാസിൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 2012 ആ ഒരു സ്കീം റിവൈസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നിങ്ങൾ ഓർക്കണം മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, ഇലക്ട്രോണിക് KCC കേട്ടോ. ഇലക്ട്രോണിക് KCC റെക്കമെൻഡ് ചെയ്തത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കുക, ഇലക്ട്രോണിക് KCC റെക്കമെൻഡഡ് ബൈ TM ബാസിൻ കേട്ടോ. TM ബാസിനാണ് ഇലക്ട്രോണിക് KCC റെക്കമെൻഡ് ചെയ്തത്. ഇലക്ട്രോണിക് KCC റെക്കമെൻഡ് ചെയ്ത ആരാണ്? TM ബാസിനാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ 1998-99 ബഡ്ജറ്റിൽ ആണ് ഇതിനെ കുറിച്ചുള്ള പ്രപ്പോസൽസ് ഒക്കെ വരുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ട ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് KCC ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇതെന്ന് പഠിച്ചേക്കണേ. KCC ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് കൺസംഷൻ എന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. KCC ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് കൺസംഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണ് വിചാരിക്കുന്നത്. സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കുന്നത്. അടുത്ത നല്ല ക്വസ്റ്റൻ ആണ്, എ സൊസൈറ്റി ഹൂസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് ദ പ്രിൻസിപ്പൽ ഒബ്ജക്ട് ഈസ് ടു പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അതായത് ഇവിടെ പറയുന്നത് ഇത് ആക്ച്വലി ഒരു ലോയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. കോർപ്പറേഷന്റെ പാർട്ടി അവർ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് രണ്ടിലും ഉൾപ്പെടുത്താം. എ സൊസൈറ്റി, ഒരു സംഘം, അതിന്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു താലൂക്കാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കാണ്. ആൻഡ് ദ പ്രിൻസിപ്പൽ ഒബ്ജക്ട്, അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ്, അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് എന്ന് പറയാൻ വായ്പ നൽകുക. എന്തിന്? ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അപ്പൊ കൃഷിക്കും പിന്നെ റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനും ലോങ് ടൈം കാലത്തിലേക്ക്, അതല്ലെങ്കിൽ ദീർഘകാലത്തിലേക്ക് ലോൺ കൊടുക്കുക എന്നതായിരിക്കും ലക്ഷ്യം ആ സംഘത്തിന്റെ പ്രവർത്തന പരിധി ഒരു താലൂക്കായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് DCB ആണ്. DCB എന്ന് പറയുന്നത് ജില്ലാ ബാങ്ക് എന്ന് പറയുന്ന ഒരു ജില്ലയാണ്, താലൂക്കല്ല. അപ്പൊ ഇതല്ലെന്നറിയും. രണ്ടാമത് PCARD ആണ് അല്ലേ. പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്ന് പറയും. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് വരുന്നുണ്ട്. മൂന്നാമത് SSCB സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പൊ സംസ്ഥാന തലത്തിലാണ്, അപ്പൊ അതും വരില്ല. പിന്നെ നമുക്ക് ഡൗട്ട് വരുന്നത് UCB ആണോ PCARD ആണോ എന്നാണ് ഡൗട്ട് വരിക. ഇവിടെ നമുക്ക് നോക്കാം, ലോങ് ടൈം ലോൺ ആണ്. കൃഷിക്കും റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടി ലോങ് ടൈമിലേക്ക് ലോൺ കൊടുക്കുന്ന സംഘം ഏതെന്ന് ചോദിച്ചാൽ അത് PCARD ബാങ്ക് ആണ് ഓർത്ത് വെച്ചേക്കുക. അത് PCARD ബാങ്ക് ആണ്. ഓക്കെ, PCARD ബാങ്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ദ സ്ട്രക്ചർ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. കേരളത്തിലെ ഹൗസിംഗ് സംഘങ്ങൾ എത്ര സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുക? എന്റെ സ്ട്രക്ചറാണ്, ടയറാണ് അല്ലെ, എത്ര തലത്തിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറഞ്ഞു സിംഗിൾ ടയർ. ഓപ്ഷൻ എയിൽ പറഞ്ഞു സിംഗിൾ ടയർ ആണോ അല്ലെ, സിംഗിൾ ടയർ. ഓപ്ഷൻ ബി പറയുന്നു 2 ടയർ, 2 തലത്തിലാണ്. ഓപ്ഷൻ സിയിൽ പറയുന്നു 3 ടയർ ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു മൾട്ടി ടയർ. ഇത് പഠിച്ചിട്ടുള്ള ഹൗസിംഗ് സംഘങ്ങൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് എത്ര ടയറിലാണ്? കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് 2 ടയറിലാണെന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. 2 തലത്തിലാണ് കേരളത്തില് ഹൗസിംഗ് സംഘങ്ങൾ, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുക എന്ന് ഓർത്ത് വെച്ചേക്കുക. 2 ടയർ, 2 ടയർ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പക്സിൽ ഹൗസ് ഫണ്ട് വരുന്നു, പിന്നെ പ്രൈമറി തലത്തിലും വരുന്നു. അപ്പോൾ ഹൗസിംഗ് സംഘങ്ങൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ വളരെ വിശദമായിട്ട് ലോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹൗസിംഗ് സൊസൈറ്റീസ്, ഹൗസ് ബിൽഡിങ്ങും കൺസ്ട്രക്ഷനും അങ്ങനെ കുറേ ഉണ്ട്, കുറേ ടൈപ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് എന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അടുത്ത പാർട്ട് 2-ലായിട്ട് നമുക്ക് അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞില്ലേ. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ പോകണം. അതുമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ഇപ്പം നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ മറ്റൊരു അപ്ഡേറ്റും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്, I+ന്റെ ക്ലാസ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഹൈ ക്വാളിറ്റി റെക്കോർഡർ ക്ലാസ്സസ്
സിലബസ് ബേസ്ഡ്, നമ്മുടെ സിലബസ് എന്താണോ അത് പ്രോപ്പറായിട്ട് സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സസ്, അതിനോടൊപ്പം തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സസ്, പിന്നെ നമുക്ക് മോഡൽ എക്സാംസുകൾ, ഓക്കെ, അങ്ങനെ ഒരു ഹൈ ലെവലുള്ള ടീമാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ എന്ത് ചെയ്യുക, കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ നമ്മളോട് ചോദിക്കാം. അതുപോലെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ടും കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളൊക്കെ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വിജയിക്കുക. ബാക്കി ക്ലാസ്സുമായിട്ടല്ല പുതിയൊരു ക്ലാസ്സുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.